ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. ക്ലാസ് 8ലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള എക്സ്പ്ലോറിംഗ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് വേൾഡ് ഓഫ് സയൻസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മൾ ക്ലാസ് 5 വരെ നമ്മൾ EVS എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ക്ലാസ് 6ലായപ്പോ നമ്മൾ അതിനെ സയൻസ് എന്നും സോഷ്യൽ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചു. നിങ്ങൾ ക്ലാസ് 8ൽ എത്തിയപ്പോ കുറച്ചും കൂടി സയൻസിന്റെ ഒരു മോഡേൺ ആയിട്ടുള്ള രൂപത്തിലേക്ക് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ അത് പഠിക്കാൻ പോവുകയാണ്. ക്ലാസ് 6ലൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞേ, സയൻസ് എന്ന് പറഞ്ഞ് പഠിച്ചതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് എന്തുകൊണ്ടാ അത് ഇങ്ങനെ ആയത്, അതങ്ങനെ നമ്മൾ വണ്ടടിക്കുന്ന കുറെ കാര്യങ്ങളായിരുന്നു അല്ലെ. നമ്മൾ ബട്ടർഫ്ലൈക്ക് ഡിഫറെന്റ് കളേഴ്സ് ഉള്ളത്, നമ്മളെ ചുറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ലീവ്സ് ഉള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമായിരുന്നു 6ൽ ഉണ്ടായിരുന്നത്. 7 ആയപ്പോ നമുക്ക് കുറച്ചും കൂടി മാറി നമ്മളപ്പോ അല്ലെ. നമ്മൾ സയൻസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ച എന്തൊക്കെയാണ്, നമ്മൾ പല കാര്യങ്ങളും ഇവോൾവിങ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനായിട്ട് പഠിച്ചു, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത് അല്ലെ. അങ്ങനത്തെ പല കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ചന്ദ്രന്റെ കാര്യമാണ് തന്നെ, മൂണ്. നിങ്ങൾക്കറിയാം ഓരോ ദിവസവും നമ്മൾ ഓരോ രൂപത്തിലാണ് മൂണിനെ കാണുന്നത് അല്ലെ. അതെ, നമ്മൾ ആദ്യം വണ്ടടിച്ചു നിന്നു, പിന്നെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി അല്ലെ, അല്ലെങ്കിൽ ചോദിച്ചു തുടങ്ങി, പിന്നെ അതിന്റെ നമ്മൾ പിന്നാലെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി അല്ലെ. അതുപോലെ തന്നെ ക്ലാസ് 8ൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് രീതിയിലാണ് പോകുന്നത്. കുറച്ചും കൂടി കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ കണ്ടുപിടിക്കുക, ഓരോ കാര്യങ്ങളുടെയും പിന്നാലെ പോയിട്ട് നമ്മൾ അതിന്റെ എന്തുകൊണ്ട് അതിന് അങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പോകുന്നത്. നോക്കി നോക്കാം. വലിയ കുട്ടികളായതുകൊണ്ട് ചാപ്റ്റർ മുഴുവൻ ഇരുന്ന് ഇങ്ങനെ വായിച്ച് പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുന്നേ ഉള്ളൂ. മാർക്ക് ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രേഡ് 6ൽ എന്താണ്, വി ഡിസ്കവേർഡ് ഹൗ സയൻസ് ബിഗിൻസ് വിത്ത് വണ്ടർ വിത്ത് സിമ്പിൾ വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ വേൾഡ് അറൌണ്ട് അസ് അല്ലെ. നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് 6 ഗ്രേഡിൽ പോകുന്നുണ്ടായിരുന്നത് അല്ലെ. 7 ആയപ്പോ എന്തായി, വി ലേൺ ദാറ്റ് സയൻസ് ഈസ് ആൾവേസ് ഇവോൾവിങ്. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ഇന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ല നാളെ. നമ്മൾ ഓരോ ദിവസവും ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ സയൻസിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കും. ദാറ്റ് ഈച്ച് ആൻസർ ഓപ്പൺസ് ന്യൂ എ ക്വസ്റ്റ്യൻ. കറക്റ്റ് അല്ലേ? ഹൗ അവർ ഐഡിയാസ് ക്യാൻ സ്ലോലി ചേഞ്ച് ആസ് വി എക്സ്പ്ലോർ ഡീപ്പർ. നമ്മൾ കുറെ ഉള്ളിലേക്ക്, സയൻസിന്റെ ഉള്ളിലേക്ക് പോകും തോറും നമ്മളെ ഐഡിയകളും നമ്മളെ ക്വസ്റ്റ്യൻസും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി ഗ്രേഡ് 8ൽ എന്താ ചെയ്യുന്നത്, വി ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ സയൻസിന്റെ അടുത്ത ലെവൽ. സയൻസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. The investigative world of science, where wonder and evolution come together to form the heart of how science. In 8th standard, we are entering the investigative world of science. ഈ സയൻസ് 8th സ്റ്റാൻഡേർഡിലെ സയൻസിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ ഇൻക്രീസ് യുവർ ക്യൂരിയോസിറ്റി എന്നാണ്, ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയാൽ കാണാം, ഇതിലെ താഴെയും മേലേക്ക് ആയിട്ട് ഓരോ പിക്ചേഴ്സ് കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ റൂട്ടിന്റെ പിക്ചർ അല്ലെ. അതുപോലെ തന്നെ മേലെയായിട്ട് ഒരു കൈറ്റിന്റെ പിക്ചറും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ കൈറ്റിന്റെ പിക്ചർ? എന്താ ഇതൊക്കെ? ഈ സിമ്പിൾസ് ഒക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അവര് റൂട്ട് എന്ന് വെച്ചിരിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സയൻസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കുക, ഒരു നല്ല റൂട്ട് ഉണ്ടാക്കുക. ഒരു വൃക്ഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ടാണ് അല്ലെ. അതിന്റെ റൂട്ട് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ ആ മരത്തിന് നിവർന്ന് നന്നായിട്ട് മുകളിലേക്ക് വളരാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ നിങ്ങൾക്ക് സയൻസിൽ ഒരു സ്ട്രോങ് ആയിട്ട് റൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൈറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? കൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മേലെ മേലെ പോകുന്ന, ചിന്തിച്ചു പോകുന്ന, നിങ്ങൾ പാറയും പറക്കണം. എന്താണ്? സയൻസിന്റെ മേഖലയിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തിട്ട്, നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കൂടെ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ കൈറ്റ് പോലെ മേലെ മേലെ പാറയും നടക്കുന്ന ഹൈറ്റുകളിലേക്ക് പോകണം എന്നുള്ളതാണ് അവരിതുകൊണ്ട് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മൊത്തത്തില് 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക്
ഏതൊക്കെ ചാപ്റ്ററുകളിലാ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ ഈ ഫുൾ 8th സ്റ്റാൻഡേർഡിൽ മൊത്തം എന്തിനൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും പറ്റിയിട്ടും ഒരു കണ്ടന്റ്, കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകൾ തന്നിട്ടുണ്ടെന്ന് മാത്രം. ഇതിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നതെന്ന് പറയുന്നത് വെച്ചാൽ ഇതിൽ ടൈനി ഓർഗാനിസംസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ചെറിയ ചെറിയ ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. വെള്ളത്തിലായാലും എയറിലായാലും ഒക്കെ നമുക്ക് ഒരുപാട് ടൈനി ഓർഗാനിസംസിനെ കാണാൻ കഴിയും. അത് അൺസീൻ ആണ് അല്ലെ, നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. അവ ഒരുപാട് നമുക്കായിട്ട് കണക്റ്റഡ് ആണ്. അതിലെന്താ, നമുക്ക് ഹെൽപ്പേഴ്സ് ഉണ്ട്. ഇൻവിസിബിൾ ആണെങ്കിലും അവ ചിലത് നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ ഡൈജഷന് വേണ്ടിയിട്ടും അല്ലെ. പല മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. ഡൈജഷൻ നമ്മളെ ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ട് ഇല്ലേ, മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ നമ്മളെ കുടലിനുള്ളിൽ അല്ലെ, ഇന്റസ്റ്റൈനിനുള്ളിലുണ്ട്. പക്ഷെ ചിലത് എങ്ങനെയാണ്, നമ്മളെ ഹാർംഫുൾ ആയിട്ടും ബാധിക്കാറുണ്ട് അല്ലെ. കോസിങ് ഇൻഫെക്ഷൻ, നമുക്ക് ഓരോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ. ഒരുപാട് ആയിട്ടുള്ള ഡിസീസസുകളൊക്കെ വരുത്തുക, ഇതൊക്കെ വരുത്തുന്നതും മൈക്രോ ഓർഗാനിസംസ് ആണ്. നമ്മൾ അതുപോലെ തന്നെ നെക്സ്റ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ, ഹൗ ക്യാൻ വി സ്റ്റേ ഹെൽത്തി, നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഹൗ ക്യാൻ വി മെയിൻറ്റെയിൻ അവർ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്, ഇതൊക്കെ നമുക്ക് സോഷ്യലും മെന്റലും ഫിസിക്കലും ആയിട്ടുള്ള ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വാട്ട് ഡസ് അവർ ബോഡി നീഡ് ടു സ്റ്റേ ഹെൽത്തി, ഹൗ ഡു വി ഫൈറ്റ് ദീസ് ഇൻഫെക്ഷൻ, നമ്മൾ ഇൻഫെക്ഷനൊക്കെ എതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യും അതല്ലേ. നമ്മൾ കുറെ വാക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചും നമ്മളെ ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡിന്, എക്സസൈസ്, മെഡിസിൻസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതില് പഠിക്കാനുണ്ട്. അവിടെ നിന്ന് പോകുന്ന നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് കറന്റിനെ കുറിച്ചിട്ടാണ്. എന്താ ഇലക്ട്രിക് കറന്റ് എന്ന് നമുക്ക് അറിയാം അല്ലെ. അതില്ലാതെ നമുക്കൊന്ന് ജീവിക്കാൻ തന്നെ പറ്റില്ല അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിക് കറന്റ്. നമ്മൾ അയൺ ചെയ്യുന്നത് മുതല് അത് ലൈറ്റുകള് അല്ലെ, നമ്മളെ നിത്യ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഇലക്ട്രിക് കറന്റ് വേണം. വി യൂസ് ഇലക്ട്രിക് കറന്റ് ഇൻ മെനി വേസ് ടു ഹെൽപ്പ് മേക്ക് അവർ ലൈഫ്സ് ഈസിയർ. We depend on the heating effect of electric current to keep us warm. അല്ലെ. While the magnetic effect helps motor run and machines function. നമ്മൾ അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് കറന്റ് ഹീറ്റ് ചെയ്തിട്ട് അതിന് ഹീറ്റിംഗ് എഫക്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്ററുകളൊക്കെ അറിയാം അല്ലെ. നമ്മളെ AC പോലെ തന്നെ നമ്മള് ചൂടാക്കുന്നതിന് വേണ്ടി വളരെയധികം തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീറ്ററുകളോ എയർ ഹീറ്ററുകളോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളമടിക്കാൻ മോട്ടറുകൾ ഉപയോഗിക്കുന്നത് അല്ലെ, പല മെഷീൻസും പ്രവർത്തിപ്പിക്കുന്നതൊക്കെ അതിന്റെ മാഗ്നറ്റിക് എഫക്ട് ഉപയോഗിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന എങ്ങനെയാണ്, ഫണ്ടമെന്റൽ കോഴ്സസിനെ കുറിച്ചിട്ടാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഓരോന്നും ഡിപ്പെൻഡഡ് ആണെന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് കറന്റിലുമായിട്ടുള്ള ഡിപ്പെൻഡ് ആണ് ഫോഴ്സുകൾ, അതിൽ നിന്ന് വരുന്നതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെ പല ഫോഴ്സസുകൾ നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു 5th ചാപ്റ്റർ ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഫോഴ്സിനെ പറ്റിയിട്ട് നമ്മള് ഗ്രാവിറ്റി, നമ്മൾ ബോളൊക്കെ മേലേക്ക് ഇട്ടാ താഴേക്ക് വരുന്ന എന്തുകൊണ്ടാണ് അല്ലെ. ന്യൂട്ടൺ എന്ത് ചെയ്തത്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഗ്രാവിറ്റി. ആ ഒരു ആപ്പിള് തലയിൽ വീണപ്പോ എവിടെ നിന്നാ ഇത് വന്ന, എന്തുകൊണ്ടത് താഴേക്ക് വീണു, മേലേക്ക് എന്തുകൊണ്ടത് പോയില്ല എന്ന് ചിന്തിച്ചു അല്ലെ. അതുപോലെ തന്നെ നിങ്ങളും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, നിങ്ങൾ ചിന്തിക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് അതിൽ പറയുന്നത്. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ട് പിന്നെ എന്തൊക്കെ നമുക്ക് അതിൽ പഠിക്കാനുള്ളത്, ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട് ആ ചാപ്റ്ററിൽ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഒരു കാറൊക്കെ പോകുന്നതല്ലേ, ഫ്രിക്ഷന്റെ സഹായറും ആ റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ. നമുക്കൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്, ഒരു ബോൾ നമ്മള് റോഡിനുള്ളിൽ നിലത്ത് കൂടെ ഇങ്ങനെ ഉരുട്ടി വിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ്, അത് ഫ്രിക്ഷൻ കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട് ഈ 8th. അവിടെ നിന്നും നമ്മൾ പോകുന്നത് പ്രഷർ എന്നുള്ള ഒരു ചാപ്റ്ററിലേക്കാണ്. ഈ ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന തന്നെയാണ്, കണക്ട് ആയിട്ടാണ് വരുന്നത് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ, പ്രഷർ. ആ പ്രഷർ
എയറിലുള്ള പ്രഷർ ഡിഫറൻസ് കൊണ്ടൊക്കെയാണ് എന്തുണ്ടാകുന്നത്, നമുക്ക് ചെറിയ ഇളം കാറ്റുകൾ എന്താവാറുണ്ട്, സ്ട്രോങ് വിൻഡുകളായിട്ട് മാറുന്നുണ്ട് അല്ലെ, സൈക്ലോൺസ് വരാറുണ്ട് അല്ലെ, ചുഴലിക്കാറ്റുകള്. ഇതൊക്കെ വന്ന് നമ്മള് മേലിലുള്ള ഷീറ്റുകളൊക്കെ റൂഫുകളൊക്കെ ഒക്കെ പാറി പറന്ന് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ടിവിയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പിക്ചേഴ്സുകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് എന്താണ്, പ്രഷറിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അല്ലെ. These forces are connected to powerful weather events like storm and cyclone that affect our daily life, agriculture and even our safety. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റോമും സൈക്ലോൺസും ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ജീവിതത്തെയും അഗ്രികൾച്ചറിനെയും നമ്മളെ സേഫ്റ്റിയെയും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ മാറ്റർ ആൻഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്കാണ്, എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 7 ആണത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം സോളിഡ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾസ് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, അതിന്റെ ഷേപ്പ് ഒന്നും സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ലിക്വിഡ് ആണെങ്കിലോ, ലിക്വിഡ് ഇതിൽ കാണുന്ന പോലെ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും, കുറച്ച് ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ടായിരിക്കും അല്ലെ, അതിനെ മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗ്യാസ് എന്ന് പറയുന്നതോ, ഗ്യാസിലെ പാർട്ടിക്കിൾസിന് വളരെയധികം സ്പേസ് ഉണ്ടാവും അല്ലെ, ഫ്രീ ആയിട്ട് അവയ്ക്ക് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ലിക്വിഡ് എന്ന് പറയുന്നതിന് ലിക്വിഡിന് അത് എന്ത് കണ്ടെയ്നറിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് അതിന്റെ ഷേപ്പാണ് അത് സ്വീകരിക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വാട്ടർ എന്ന് പറയുന്ന വാട്ടറിന്റെ സോളിഡ് ഫോം എന്താണ്, ഐസ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യും, ലിക്വിഡ് ആവും. ആ ലിക്വിഡിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആവും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഫോമുകളെല്ലാം മാറിപ്പോകുന്നത്, എന്താ അതിന്റെ റീസണുകൾ എന്താണ്. മെറ്റീരിയൽസ് ദാറ്റ് ആർ സോളിഡ്, ദീസ് പാർട്ടിക്കിൾസ് cannot മൂവ് മച്ച്, വൈൽ ഇൻ ഗ്യാസ് they can move around freely. നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്, എലിമെന്റ്സ് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ളതുണ്ട്, കോമ്പൗണ്ട് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ മിക്സ്ചർ ആയിട്ടുണ്ട് അല്ലെ. പ്യുവർ സബ്സ്റ്റൻസ് ആ പേരിൽ പറയുന്ന പോലെ അത് ഒരേ മെറ്റീരിയൽ കൊണ്ട് ഒരേ എലിമെന്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അതെന്താണ് പ്യുവർ ആയിരിക്കും. കോമ്പൗണ്ട് എന്ന് പറയുന്നതോ, രണ്ടോ അതിൽ കൂടുതലോ എലിമെന്റ്സ് ചേർന്നിട്ട് ബോണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിനെ നമ്മൾ എന്ത് പറയും, സബ്സ്റ്റൻസിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോ അതിന്റെ പേര് പോലെ തന്നെയാണ്, കോമ്പിനേഷൻ ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫിസിക്കലി. ഒരുപാട് എലിമെന്റ്സ് ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ് മിക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ സൊല്യൂഷൻസിനെ കുറിച്ചിട്ട് പറയും. സൊല്യൂഷൻസ് ഡെൻസിറ്റി കാര്യങ്ങളിലേക്ക് കുറിച്ചിട്ടാണ് ചാപ്റ്റർ 9 പറയുന്നത്. നിങ്ങൾക്ക് അറിയാം എന്താണ്, ഷുഗർ ഡിസോൾവ്സ് ഇൻ ടീ ടു മേക്ക് ഇറ്റ് സോൾട്ട് അല്ലെ. അവിടെ സോൾവെന്റ് എന്ത് ആണ്, അതിൽ നമ്മൾ ഡെൻസിറ്റിയെ. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, ലൈറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇതിലേക്കാണ്. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നത്, ഹൗ ലൈറ്റ് റേസ് റിഫ്ലക്ട് ഓഫ് ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് മിറേഴ്സ് ആൻഡ് ബെൻഡ് വെൻ പാസിംഗ് ത്രൂ ലെൻസ് ആൻഡ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡിങ് ദ വർക്കിംഗ് ഓഫ് മെനി ഒബ്ജക്റ്റ്. നിങ്ങൾക്കറിയാം ഈ ലൈറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടും കർവ്ഡ് ആയിട്ടുള്ള മിറേഴ്സിനെ കുറിച്ചിട്ടും ലെൻസിനെ കുറിച്ചിട്ടും അതിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിനെ കുറിച്ചിട്ടും അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോവുക അല്ലെ. ഈ പിക്ചറിൽ കാണുന്നില്ലേ നിങ്ങൾക്ക്, ഈ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ലൈറ്റും പോവുക. അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ക്ലാസ്സിൽ അത് കാണാൻ പറ്റുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയാം ഈ പോളിഷ്ഡ് ആയിട്ടുള്ള മിറേഴ്സൊക്കെ, പോളിഷ്ഡ് ആയിട്ടുള്ള സ്പൂണുകളൊക്കെ മിറർ പോലെ ആക്ട് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്, മിററിന്റെ ഒരു ഇമേജ് നമുക്ക് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പൂണുകള് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ ഇമേജ് കാണാൻ പറ്റും അല്ലെ. അതെന്താണ്, അതിൽ നമ്മൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന. എന്നാൽ റഫ് സർഫസിൽ അങ്ങനെയാണോ, അല്ല. അതെന്തുകൊണ്ട് ആ റിഫ്ലക്ഷൻ വേറെ തരത്തിലായിട്ട് ആണ്. നമുക്കതൊക്കെ പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള റിഫ്ലക്ഷൻസുകളുണ്ട്. ആ റഫ് സർഫസിലുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്തിട്ട് അത് സ്കാറ്റേർഡ് ആയിട്ട് പോവാണ്. അതുകൊണ്ടാണ് നമുക്കതിൽ നമ്മൾ ഇമേജ് കാണാൻ പറ്റാത്ത. ഈ പേപ്പർ, കാർഡ്ബോർഡ് അതൊക്കെ റഫിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റില്ലല്ലോ. അതിന് അതുപോലെയായിട്ട് കാണാൻ പറ്റുന്നതും നമ്മൾ എന്തുകൊണ്ടാണ്, അതങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് പോകുന്നതാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് മൂണിനെ കുറിച്ചിട്ടാണ്.
അല്ലെ. ഭൂമിയുടെ പുറമേയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനിയുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂണിനെ നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും നമ്മൾ ഓരോ പോലെയാണ് കാണപ്പെടുന്നത് അല്ലെ. നിങ്ങൾക്ക് അമാവാസി മൂണിനെ ഒരു ദിവസം നമ്മൾ കാണാനേ പറ്റില്ല അല്ലെ, ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെയായിട്ട് കണ്ടിട്ട് അങ്ങനെ വലുതായി വരും അല്ലെ. എന്നിട്ട് പൂർണ്ണമായിട്ട് ഫുള്ളൊരു സർക്കിളായിട്ട് വരുന്നത് പൂർണ്ണചന്ദ്രനായിട്ട് വരും അല്ലെ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പണ്ട് ഒരു കലണ്ടർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, ലൂണാർ കലണ്ടർ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നത്. അതുപോലെ സണ്ണിനെ ബേസ് ചെയ്തിട്ട് തന്നെ സോളാർ കലണ്ടറുകൾ ഉണ്ട്, നമ്മൾ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അല്ല പുറമേയുള്ള സണ്ണായിട്ടുള്ള മൂണായിട്ടും എല്ലാം നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ, ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നത്. എക്കോസിസ്റ്റം നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ. എക്കോസിസ്റ്റം എന്താണ്? അത് എയറും വാട്ടറും സൺലൈറ്റും ഓർഗാനിസംസും എല്ലാം കൂടി ഡിപ്പെൻഡ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പ്ലാനറ്റിനെ എത്രത്തോളം പ്ലാനറ്റിലെ ലൈഫിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ അതില് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിക്ചറൊക്കെ നന്നായിട്ട് തന്നിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി the earth lies at the perfect distance from the sun, where water remains liquid and it has an atmosphere that provides oxygen we breathe while shielding us from the harmful ultraviolet rays. നമ്മള് എർത്ത് എന്ന് പറയുന്ന സണ്ണിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലായതുകൊണ്ട് ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുണ്ട്, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്കൊരു ഓക്സിജൻ അടങ്ങിയിട്ടുള്ള നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെയൊക്കെ തടുത്ത് നിർത്തിയിട്ട് നമുക്കൊരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് എന്ന് പറയാം അല്ലെ, നമ്മളെ ആക്ടിവിറ്റീസ് കൊണ്ട്, നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് അതിന് ഡാമേജുകൾ വരുന്നുണ്ട് നമ്മളെ പ്ലാനറ്റിനും അല്ലെ, നമ്മളെ എക്കോസിസ്റ്റത്തെ ഒക്കെ നമ്മളെ ആക്ടിവിറ്റീസിന്റെ ഗുണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഓരോ ജീവജാലങ്ങളെയും നമ്മളെ എക്കോസിസ്റ്റത്തെ ഒക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അല്ലെ. ബട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ ദ പ്ലാനറ്റ് ക്യാൻ കോസ് സ്മാൾ ചേഞ്ചസ് ഇൻ ദ ടെമ്പറേച്ചർ ഓൺ ദ എർത്ത്. നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാമോ അല്ലെ, നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടാവുന്ന വ്യത്യാസം. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരുപാട് ചൂട് സമ്മറിലൊക്കെ നമുക്ക് പറ്റാത്ത അത്രയും ചൂട് ഇൻക്രീസ് ആയിട്ടുണ്ട്. തണുപ്പെന്ന് പറയുന്നതും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. മുന്നേ ഉണ്ടായിരുന്നതിൽ നിന്നും ക്ലൈമറ്റ് ഒക്കെ ഒരുപാട് വ്യത്യാസമായി വന്നു, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. ഡിസ്ട്രപ്റ്റിംഗ് ക്ലൈമറ്റ് പാറ്റേൺസ് വിത്ത് ഡേഞ്ചേഴ്സ് കോൺസിക്വൻസ് അല്ലെ. നമ്മള് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കാരണം നമ്മള് ചുറ്റുപാടുള്ള ജീവജാലങ്ങളെയെല്ലാം ഒരുപാട് ബാധിക്കണം. നമ്മൾ ഒരു ട്രീ കട്ട് ചെയ്യാണ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഇത് കൂടെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് വനങ്ങൾ അല്ലെ, വൃക്ഷങ്ങള് ട്രീസിനെ നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോ എന്താ ചെയ്യുന്ന? അതിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ഉണ്ടായിരിക്കും, ബേർഡ്സ് ഉണ്ടായിരിക്കും, കുഞ്ഞു കുഞ്ഞു അനിമൽസുകൾ ഉണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവയൊക്കെ നമ്മള് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നല്ലേ, അവയൊക്കെ ഇത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും അല്ലെ. അങ്ങനെ നമ്മൾ ഓരോ പ്രവർത്തികളും നമ്മളെ മറ്റേ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത്, നമ്മളെ വണ്ടികളിൽ നിന്നൊക്കെ പോകുന്നുള്ള ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ ഉള്ള പുകകൾ, ഇതൊക്കെ നമ്മളെ ഓസോണുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾ വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിതിലെ എർത്തിന്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, എർത്തിലെ ഉള്ളിലെ ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. To help you think like a scientist, let us go back to a question we asked on the first page. നമ്മളെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനം അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. നമ്മളോട് പറഞ്ഞു നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ച് കാണുമ്പോഴും ഒബ്സർവ് ചെയ്യുകയും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പൂരി അല്ലെ കഴിച്ചിട്ടുണ്ടാവും, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലെ പൂരിയിലെ. എന്താണ് പൂരിയുടെ ഒരു സൈഡ് നല്ല തിക്കായിട്ടും ഒരു സൈഡ് തിന്നായിട്ടും വരുന്നത് എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ചില പൂരികളൊക്കെ ഇങ്ങനെ പൊന്തി വരാറുണ്ട് അല്ലെ, നല്ല പഫി ആയിട്ട് വരാറുണ്ട്, ചിലത് അങ്ങനെ വരാറുമില്ല അല്ലെ. ഓരോരുത്തരുണ്ടാക്കുന്നത് ഓരോ രീതിയിലാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അത് എന്ന് നമ്മൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അതോ അത് കിട്ടുന്നതിന് മുമ്പ്? റിമെമ്പർ ദാറ്റ് സയൻസ് ഈസ് എവരിവെയർ. യു ഡു നോട്ട് നീഡ് എ ഫാൻസി ലബോറട്ടറി ടു ഡു സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. നിങ്ങൾ ഈ 8th സ്റ്റാൻഡേർഡിലെ സയൻസിൽ പറഞ്ഞു നിങ്ങൾ എക്സ്പെരിമെന്റ് വഴിയോടെയൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താണ്? ലബോറട്ടറികൾ അല്ലെ. അപ്പൊ അതെന്താണ്, നമുക്ക് ലബോറട്ടറികളിലൊന്നും ആവശ്യമില്ല എക്സ്പെരിമെന്റ് ചെയ്യാൻ. നമുക്ക് ചുറ്റും സയൻസ് ഉണ്ട് അല്ലെ. നമ്മളെ കിച്ചൺ എന്ന് പറയുന്ന, വീട്ടിലെ കിച്ചൺ എന്ന് പറയുന്നത് തന്നെ ഒരു വണ്ടർഫുൾ ലബോറട്ടറി ആണെന്നാണ് പറയുന്നത്. നമ്മളെ കിച്ചണിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങളുടെ അമ്മമാരൊക്കെ പുതിയ പുതിയ ഡിഷസുകളൊക്കെ കണ്ടുപിടിച്ച് തരാറില്ലേ? അപ്പൊ അവരൊരു സയന്റിസ്റ്റ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ പൂരിയുടെ കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പൂരി ഇങ്ങനെ പഫ് ഓഫ് ഇല്ലെങ്കിൽ ഒരു ഭാഗം തിക്കായിട്ട് ഒരു ഭാഗത്ത് തിന്നായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? അതിനൊരു ക്യൂരിയോസിറ്റി വേണം, പിന്നെ കെയർഫുൾ ഒബ്സർവേഷൻ വേണം, പിന്നെ എന്ത് ചെയ്യണം? ആസ്കിങ് വെക്കണം നമ്മൾ അല്ലെ. ഭട്ടൂരി ആയാലും പ്യൂരി ആയാലും ഒക്കെ നിങ്ങൾ വെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് പോരുന്നത് കണ്ടിട്ടുണ്ടാവും. അതിൽ അല്ലെ ഒരു പൂരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് ആദ്യം എന്ത് ചെയ്യണം? നല്ല ഗോതമ്പ് പൊടിയും മൈദയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് ഒരു ആട്ട കുഴച്ചുണ്ടാക്കണം അല്ലെ. എന്നിട്ട് അത് പരത്തി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടല്ലേ പൂരിയുടെ ഓരോ റോളുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? കോരി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അല്ലെ. അത് ഫസ്റ്റ് ആട്ട ഉണ്ടാക്കണം, കുറച്ച് റെഡി ആക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആട്ട ഉണ്ടാക്കണം അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? അത് റൗണ്ട് ഷേപ്പിൽ പരത്തി റെഡിയാക്കണം, എണ്ണ ചൂടാക്കണം അല്ലേ, വറുത്ത് കോരണം. ഈ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് അതിലെ ഓരോരോ കാര്യങ്ങളെയും നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കുക. ഒരു ടൈമിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന്. ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന അതിപ്പോ ഗോതമ്പാണെങ്കിൽ ഗോതമ്പോ ഇല്ലെങ്കിൽ ഉള്ളത് മൈദയാക്കി മാറ്റാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യാവുള്ളൂ. ഗോതമ്പിന് പകരം നിങ്ങൾ മൈദ ഉപയോഗിച്ച് നോക്കുക. ആ സമയം നിങ്ങളെ ഓയിലിന്റെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരുത്താൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം മാറ്റിയിട്ട് ആ പ്രൊസീജിയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ കിട്ടുന്നത് എന്താണോ അതിന്റെ റിസൾട്ട് അത് നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് മാറ്റി നോക്കുക. ഒന്നുകിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യുക, അതുപോലെ എഴുതുക. അപ്പൊ ഒരു ടൈമിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനെ പറയുന്ന പേരാണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. We could also try to use different types of flour, atta, maida, etc. While frying the puri, we can also change the temperature of the hot heat, or try and drop the rolled duck into the oil in different ways. ഡ്രോപ്ഡ് വെർട്ടിക്കലി അല്ലെ. നമുക്ക് അത് എണ്ണയിലേക്ക് ഇടുന്നത് നിങ്ങൾ അമ്മയോ അച്ഛനോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ചെരിച്ചിട്ടിടാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുത്തനെ ഇടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇട്ട് നോക്കാം അല്ലെ. അതിലിങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൂരി ഉണ്ടാക്കുന്നത് അല്ലെ. അതില് ഒന്നുകിൽ തന്നെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാന്ന് നിങ്ങൾ ടൈപ്പ് ഓഫ് ഫ്ലോർ മാത്രം മാറ്റി ബാക്കി എല്ലാ കാര്യങ്ങളെയും അതുപോലെ നിർത്തിക്കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം? ഒരു ടെമ്പറേച്ചറിനെ മാറ്റി നോക്കുക, ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഹീലിന്റെ അതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും സെയിം ആക്കി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് ഓരോ പ്രാവശ്യം കിട്ടുന്ന റിസൾട്ടും നിങ്ങൾ ഒരു നോട്ടിൽ ഒരു ബുക്കില് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഒരു എക്സ്പെരിമെന്റിന് ഒരു രീതികളുണ്ട്, ഓരോ സ്റ്റെപ്പുകളുണ്ട്, സിമ്പിൾ സ്റ്റെപ്പുകൾ. അങ്ങനെ മാത്രമേ നമുക്ക് അതൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇതിനെയാണ് കൺട്രോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒരു nature created such a vast variety of plants and animals. Why? എന്തുകൊണ്ടാണ്? Nature has produced an enormous diversity of plants and animals to sustain the balance within the ecosystem. എക്കോസിസ്റ്റത്തിലെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാരിറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത്. What symbols are used in the book to represent deep knowledge and imagination and respectively? എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. റൂട്ടും അതുപോലെ തന്നെ കൈറ്റും അല്ലെ.
A root at the base of the left page symbolizes deep knowledge, while a kite at the top of the right page stands for curiosity and imagination. Next question. How can human activity affect the Earth's climate? എങ്ങനെയാണ് human activity Earth's climate affect ചെയ്യുന്നത്? The activities such as burning fossil fuels, cutting down forests can alter its temperature, disturb climate patterns and lead to significant harmful effect. അല്ലെ, ട്രീസ് കട്ട് ചെയ്യുന്നതും ഫോസിലുകളായിട്ടുള്ള ഫ്യൂവൽസുകൾ അല്ലെ, പെട്രോള് ഡീസൽ എന്ന് പറയുന്ന പോലെയുള്ള ഫ്യൂവലുകളെല്ലാം കത്തിക്കുന്നത്, പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഓരോരോ അതുപോലത്തെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെ ടെമ്പറേച്ചറിനും ക്ലൈമറ്റിനൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. Why is one side of the പൂരി thinner than the other? എന്തുകൊണ്ടാണ് പൂരിയുടെ ഒരു സൈഡ് തിന്നർ ആയത് മറ്റേ സൈഡിനെക്കാട്ടിലും? When a പൂരി is fried, steam builds up inside, causing one side to expand more and become thinner. അതിന്റെ സ്റ്റീം അതിൻ്റെ ഉള്ളിൽ ബിൽഡ് അപ്പ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, വൺ സൈഡ് എന്ത് ചെയ്യും, വൺ സൈഡ് ടു എക്സ്പാൻഡ് മോർ, കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ become thinner. This effect can vary based on the depth, thickness, the oil's temperature and the way the puri is placed into the oil. ഈ കാര്യങ്ങളെല്ലാം അതെന്താണ് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. Do puris puff better when made fresh or from stored tough? നമുക്ക് ഫ്രഷ് ആയിട്ട് മാവ് ആട്ട ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റുമോ, നല്ല ബെറ്റർ ആയിട്ടുള്ള പഫ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പൂരീസ് ടെൻഡ് ടു പഫ് മോർ ഈസിലി വെൻ പ്രിപ്പയർഡ് വിത്ത് ഫ്രഷ് ടഫ്. എന്തുകൊണ്ടാ? ഫ്രഷ് ടഫ് റിറ്റെയിൻ പ്രോപ്പർ മോയ്സ്ചർ ആൻഡ് സോഫ്റ്റ്നെസ് ഹെൽപ്പിംഗ് ദ പൂരീസ് റൈസ് വെൽ. അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ടഫ് ആണെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ള മാവാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ മോയ്സ്ചറും സോഫ്റ്റ്നെസ്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് റിറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യും, പൂരീനെ ദ പൂരീസ് റൈസ് വെൽ. In contrast, flowed tough often becomes dry and firm, which prevent the puris from puffing properly. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച പൂരി എന്താ, നിങ്ങളത് കാണാൻ പറ്റും. നിങ്ങൾ വെച്ച് മാവ് ആട്ട ഉണ്ടാക്കി വെച്ചിട്ട് മാവ് കുഴച്ച് ഇതാക്കി ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതൊരു ഡ്രൈ ആയ പോലെ ഉണ്ടായിരിക്കും അല്ലെ. അത് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരി പഫായിട്ട് വരുന്നതിന് റിവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. What is a systematic investigation? എന്താണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്? A method in which only one variable is altered while all the others remain constant. നമ്മളൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഒരു വേരിയബിളിനെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഇതിനെല്ലാം എന്ത് വരണം, റിമൈനിങ് കോൺസ്റ്റന്റ്, മാറ്റാതെ അതുപോലെ തന്നെ നിലനിർത്തണം. വിത്ത് കെയർഫുൾ ഒബ്സർവേഷൻസ് ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡിംഗ് ത്രൂ ഔട്ട്. കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷനും റെക്കോർഡിങ്ങും അതിന് അത്യാവശ്യമാണ്. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കോസസ് ദ ഫേസസ് ഓഫ് ദ മൂൺ? ഫേസസ് occur due to the changing relative positions of the moon, earth and sun affecting the visible illuminated part. Why is earth considered to be at a perfect distance from the sun? എന്തുകൊണ്ടാണ് നമ്മൾ പെർഫെക്റ്റ് ഡിസ്റ്റൻസിലാണ് സണ്ണിൽ നിന്നുമായിട്ടെന്ന് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് അലോസ് ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് വാട്ടർ. അതെ, വാട്ടർ എന്ന ലിക്വിഡ് ഫോമിലാണ് അല്ലെ. മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാർംഫുൾ റേഡിയേഷൻ മേക്കിംഗ് ഇറ്റ്സ് കണ്ടീഷൻ സ്യൂട്ടബിൾ ഫോർ ലൈഫ്. അത് നമുക്കൊരു ജീവനെ നിലനിർത്തുന്നതിന് പറ്റിയുള്ള എല്ലാ കണ്ടീഷൻസും നമ്മളിൽ നിലനിൽക്കുന്നത് സണ്ണിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലായതുകൊണ്ടാണെന്ന് പറയും. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.